വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്താനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ലെവലായിരുന്നു. അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അത് ഒരു മൈനർ സപ്പോർട്ട് ആദ്യം എടുത്തിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഏറെക്കുറെ മൂവ് ചെയ്തിട്ടുണ്ട്. ഒരു 100% ആക്യുറസി ഏറെക്കുറെ ബിറ്റ് കോയിനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. നോക്കിയാൽ കാണാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ആണ്. എന്നിട്ട് മാർക്കറ്റ് ഇപ്പൊ വന്നു നിൽക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയിലാണ്. സോ ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആയതുകൊണ്ട് മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി നല്ലൊരു സപ്പോർട്ട് എടുക്കാൻ വരാം. അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് ആണ് മാർക്ക് ചെയ്യുന്നത്. ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ കുറച്ചും കൂടി സാധ്യത എന്ന് പറയുന്നത് ഈ ലെവലിലേക്കും എത്താനുള്ള സാധ്യത ഉണ്ട്. ഇനി മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലെ ഹൈനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദെൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു സിംഗ് ആണ് കാണുന്നത്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. വന്നപ്പോഴുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെയൊക്കെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം. ഏറ്റവും താഴത്തുനിന്ന് സപ്പോർട്ട് തന്നെ തുടങ്ങാം. സപ്പോർട്ടിൽ 100, 866 ആൻഡ് 101, 614. അതിന്റെ തൊട്ട് മുകളിലുള്ളത് 102, 281 ആൻഡ് 103, 029. അതിന്റെ മുകളിലുള്ളത് 103, 582 ആൻഡ് 104, 330. ഇനി അതിന്റെ മുകളിലുള്ളത് 106, 053 ആൻഡ് 106, 818 ആണുള്ളത്. ഇനി നമുക്ക് റെസിസ്റ്റൻസ് ഏരിയാസിന്റെ പ്രൈസ് റേഞ്ച് നോക്കാം. 108, 427, 109, 179. അടുത്തതിന്റെ 110, 005, 110, 671. അടുത്തതിന്റെ 111, 517, 111, 972. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസിന്റെ പ്രൈസ് റേഞ്ച്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് ഇപ്പോ 50 മിനിറ്റ്സിൽ ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അത് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതൊരു ബൈ എൻട്രി ഉള്ളതാണ്. എന്തായാലും ആ ഏരിയനെ ഒന്നും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്ന മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത ഏരിയ ആണ്. സോ ഇതൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എത്താവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ഏരിയ ആണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്തത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇവിടെ ഇത് നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ എസ്പെഷ്യലി ലൈനൊക്കെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇവിടം വരെ എത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങാം. അല്ലെങ്കിൽ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ നിന്ന് കളിച്ചൊരു ചെറിയൊരു ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു ഇത് വന്നതിന് ശേഷം വീണ്ടും മുകളിലോട്ട് പോവാം. ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് ഇവിടേക്ക് എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലെവലിൽ ഒരു 50 മിനിറ്റ്സിന്റെ ഒരു സപ്ലൈ കാണാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് ചിലപ്പോൾ എത്തുന്ന സമയത്ത് വലിയ ഒരു റിജക്ഷൻ മുകളിൽ നിന്ന് തരാം. അല്ലെങ്കിൽ ക്യാൻഡിൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. 50 മിനിറ്റ്സിന്റെ നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിലാണ് നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു സപ്ലൈ നടന്ന ഏരിയ എന്ന് പറയുന്നത്. ആ ഒരു ഏരിയനെ ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിന്റെ പ്രൈസ് റേഞ്ചും ഒന്ന് വേണമെങ്കിൽ പറയാം.
അതിന്റെ പ്രൈസ് വരുന്നത് 110, 416 ആൻഡ് 110, 758 ആണ് വരുന്നത്. അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മാർക്കറ്റ് ഇവിടേക്ക് എത്തിയതിനു ശേഷം ഒരുപക്ഷെ ഒന്ന് നന്നായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി അടുത്തൊരു സപ്പോർട്ടിന് ചിലപ്പോൾ ഒരു ഡീപ്പ് സപ്പോർട്ട് എടുക്കാൻ വരും, അല്ലെങ്കിൽ ഒരു നിയറസ്റ്റ് സപ്പോർട്ട് എടുത്തിട്ട് നല്ലൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോയി ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഈ കാണുന്ന ഏരിയ. ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു കൺഫർമേഷൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഈ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിലാണ് ബൈ എൻട്രി പറഞ്ഞത്. ഇനി സെൽ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങും. താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരു കൺഫർമേഷൻ കൂടി കിട്ടുകയാണെങ്കിൽ മുകളിലോട്ട് പോവാം, അല്ലെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാം. അങ്ങനെ വരികയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഇവിടേക്കാണ്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം, ഇവിടേക്ക് മൾട്ടിപ്പിൾ ടച്ച് വരുന്ന അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ടുള്ള ഏരിയ ആണ്. ആ ഏരിയയിൽ നിന്നിട്ടും ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ എടുക്കാം, എന്നിട്ട് ഒന്ന് മുകളിലോട്ട് പോകാൻ അറ്റ്ലീസ്റ്റ് ഇവിടം വരെയൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ അതൊരു വീക്കായിട്ട് വരികയാണെങ്കിൽ വീണ്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയ, അടുത്ത സപ്പോർട്ട് ഏരിയ, ഇവിടെയൊക്കെ നല്ല നല്ല ഡിമാൻഡുകൾ ക്രിയേറ്റ് ചെയ്ത് പോയ ഏരിയ ആണ്. അവിടേക്കൊക്കെ എത്താനും അവിടെ നല്ലൊരു കൺഫർമേഷൻ കിട്ടാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇന്ന് അത് സംഭവിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്, കാരണം ഇത്രയും വലിയ മൂവ്മെന്റ് സംഭവിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. എനിവേ ഈ പറഞ്ഞ ഏരിയാസിലൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.